welcome to my vlog. നമ്മത് പ്ലേസിലാണ്. ഏത് പ്ലേസിലാ? നമ്മൾ ഒരു മൗണ്ടനിൽ പോവാണ്. റിവറിൽ പോവാണ്. ഓൾസോ നമ്മൾ ഇവിടെ നിൽക്കില്ല. നമുക്ക് ഒരു സർപ്രൈസ് ഉണ്ട്. സർപ്രൈസോ? ആണോ? എന്നാ ജമ്പ് ചെയ്തോ. കം ഓൺ കം ഓൺ കം ഓൺ. സോ ഞങ്ങളൊരു ട്രിപ്പിലാണുള്ളത്. ബ്ലൂ സ്പ്രിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലം പോകുന്നുണ്ട്. പിന്നെ ഒരു റെഡ് വുഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ ഒരു ഫോറസ്റ്റ്, ഒരു എന്താ പറയുക വാക്ക് വേ ഒക്കെ ആയിട്ടുള്ള സ്ഥലത്ത് പോകുന്നുണ്ട്. പിന്നെ ഒരു സ്നോ മൗണ്ടൻ, സ്നോ എത്ര ഉണ്ടോയെന്ന് അറിയില്ല, സ്നോ മൗണ്ടനിൽ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കുടിവെള്ളം വാങ്ങിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് കയറിയതാ. കുടിവെള്ളം വാങ്ങിച്ചു വരുന്ന അനു. കഫേയോ? ഞാൻ ദാഹിക്കണോന്ന്. എന്താ സ്നോ മൗണ്ടനിൽ പോകണം അല്ലേ? ചിലപ്പോൾ ഈ വീഡിയോ 2-3 പാർട്ടായിരിക്കും. കണകുണാന്ന് കുറെ സംസാരിച്ച്. അപ്പോൾ എന്തായാലും വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ആദ്യം പോകുന്ന സ്ഥലത്തിന്റെ പേര് ബ്ലൂ സ്പ്രിംഗ്. ബ്ലൂ സ്പ്രിംഗിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് അടുത്ത വിഷ്വൽസ് ആയി കാണിച്ചു തരാം. ബ്ലൂ സ്പ്രിങ്ങിന്റെ പാർക്കിങ്ങിലെത്തി, വണ്ടി ഇട്ടു, അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി സ്ഥലം. 2 സൈഡിലും മലയാ. ഈ സൈഡിൽ പാറയൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ മല. അയ്യോ, വണ്ടിയോ? എന്നാ പിന്നെ അവർക്ക് വണ്ടി ഇങ്ങോട്ട് വിടായിരുന്നു അല്ലേ? കുറച്ച് നടക്കാനുണ്ട്. സോ അതെ, ഇതാണ് ബ്ലൂ സ്പ്രിങ്ങിന്റെ ഒരു പോർഷൻ. ഇല്ല, ശരിക്കും അതിന്റെ ഉള്ളിലൊരു വെള്ളം പോകുന്നുണ്ടെന്നേ വീഡിയോയിൽ അറിയുന്നില്ല കേട്ടോ. ശരിക്കും അതൊരു അവിടെ വെള്ളമുണ്ട്. എടുക്കാൻ പറ്റും, അധികം താഴ്ചയൊന്നും ഉണ്ടാവില്ല. എന്തേനാ അവിടെ നിന്ന് ഇറങ്ങാം. അടിയിൽ കാണുന്നത് ആ ഇങ്ങനെ കിടന്ന് ആടുന്നത് വെള്ളത്തിന്റെ അടിയിലുള്ള സാധനമാണ്. വെള്ളത്തിന്റെ അടിയിൽ. ഫ്രോഗോ? ഇവിടെ ഉണ്ട് ഒരു പോർഷൻ, ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ. നമുക്ക് താഴത്ത് കാണാൻ പറ്റും അല്ലേ? ശരിക്കും വീഡിയോയിൽ എടുക്കുമ്പോഴേ അടിയിൽ വെള്ളം ഉണ്ടെന്ന് തോന്നൂല. മീൻസ് വെള്ളത്തിന്റെ അടിയിലാണ് ആ സാധനം തോന്നൂല. മെല്ലെ പോകുന്നല്ലേ. നമ്മൾ നടന്നു വന്നപ്പോൾ കണ്ട സ്ഥലമാ അത്. നമുക്ക് റെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റിയാ. ഈ ഒരു വാലിയുടെ ഉള്ളില് ബെഡ്റൂം പോലെ അല്ലേ, വാഷ്റൂമൊക്കെ ഉണ്ടാവും. കണ്ടോ, ഇത്രയും നല്ല സ്ഥലത്ത് താഴത്ത് ഇത് പോകുന്നുണ്ട്. ബ്ലൂ സ്പ്രിങ് പോകുന്നുണ്ട്. മലഞ്ചെരുവ്. ഇവിടെ പോകുന്ന റൂം എടുത്ത് എന്ത് രസമായിരിക്കും. മൊത്തം കാട്. രാത്രി നമ്മൾക്ക് ഇരുട്ടായ പേടിയാവും ചിലപ്പോൾ. പിന്നെ ഇവിടെ കടുവയൊന്നും ഇല്ല ഇവിടെ. അരണയുണ്ട്, അരണ. ഒരു ദിവസം കാറിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞരണ കയറിയിട്ട് ഞാൻ പേടിച്ചു പോയി. ഫൈനലി നമ്മളതിൻ്റെ വ്യൂവിങ് ഡെക്കിലേക്ക് വന്നേക്കാണ്. എൻ്റെ മോനെ, അയ്യോ, ഒരു കുഞ്ഞ് ഡക്ക് അവിടെ കിടന്ന് ഓടുന്നു. ഡ്രോൺ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ല ഷോട്ട് കിട്ടിയാണ്. അടിയിൽ ആ ഏറ്റവും അടിയിൽ കിടക്കണ കല്ലും അവിടെ കിടക്കണ ഉണങ്ങിയ ഇല വരെ കാണാം. എന്ത് രസാ. ആ ഡക്കെന്ത് ഒറ്റപ്പെട്ടു പോയല്ലേ. അതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്. ഇവിടെ ഇറങ്ങാനൊന്നും സമ്മതിക്കത്തില്ല. ഇറങ്ങിയാൽ എന്തായാലും അത് വൃത്തികേടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവരവിടെ ഇറങ്ങാനോ കാര്യങ്ങൾക്കോ ഒന്നും സമ്മതിക്കില്ല. കുറച്ചുകൂടി മുന്നോട്ട് പോയ ഒരു പോയിന്റും കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് കണ്ടു നോക്കാം. ഞാൻ ഈ നടന്നു പോണ വഴിയുണ്ടോ, അയ്യോ എന്ത് രസം. ഒരു വാക്ക് വേ ഉണ്ടാക്കി വെച്ചേക്കാം. കർത്താവ്യ ബാക്കോട്ട് വന്ന് ഞാൻ വെള്ളത്തിൽ വീടും. കണ്ടോ, ആ ബ്ലൂ സ്പ്രിങ്ങിൻ്റെ അവിടെ ഒരു അടിപൊളി വാക്ക് വേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, ഫോട്ടോ എടുക്കാൻ നിൽക്കുമ്പോഴേക്കും അഗാധയിലേക്ക് നോക്കി നിൽക്കുകയാണ്. ഫോട്ടോ അല്ല ഡാഡി, വീഡിയോട്. ഓ എന്ത് രസമല്ലേ. അവിടെ കുറച്ചും കൂടി വ്യൂ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. ഇവിടെ വെള്ളം ഇങ്ങനെ കിടന്ന് അലയടിക്കുന്നു. പക്ഷേ എൻ്റെ പൊന്നേ, ഇതെങ്ങനെ ഞാനിത് എക്സ്പീരിയൻസ് ചെയ്യും, എങ്ങനെ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കും. വന്ന് കണ്ടാൽ തന്നെ കേട്ടോ അതിൻ്റെ ഭംഗി മനസ്സിലാവുള്ളൂ. ഫോട്ടോയിലും വീഡിയോയിലൊന്നും അതിൻ്റെ ഭംഗി നമുക്ക് ഒരിക്കലും മനസ്സിലാവില്ല.
അതാണ് ഇപ്പം നിൽക്കുന്ന സ്പോട്ടിൻ്റെ ബാക്കിൽ നല്ല രസം. അകത്തേക്ക് വരുന്തോറും വെള്ളത്തിന് ക്ലിയർ കൂടുന്നുണ്ടെന്ന് തോന്നുന്നു. ഊഫ്, വെള്ളം ഒഴുകുന്നു, അടിയിൽ ആ പച്ചപ്പുല്ല് കിടന്ന് ആടുന്നു. അങ്കിളും ആടുന്നു. എന്താന്ന് സൺലൈറ്റ് ഗ്രീനും ബ്ലൂ എടുക്കും. അത് കഴിഞ്ഞിട്ട് ആ ബ്ലൂവും ഗ്രീനും മിക്സ് ആക്കും. മിക്സ് ആക്കും. മിക്സ് ആക്കിയിട്ട് അവിടെ ഇരിക്കുന്ന ബ്ലൂവും ഗ്രീനും കളറാവും അല്ലേ? ശരിക്കും താഴത്തെ മണ്ണിന് നോർമൽ മണ്ണിന്റെ കളറാണ്, ഗ്രേ കളറാണ്. പക്ഷെ ഇവിടുത്തെ ആ ഒരു പ്രതിഭാസം കൊണ്ടാണ് അത് നമുക്ക് ബ്ലൂ ആയിട്ട് ഫീൽ ചെയ്യുന്നതെന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. സൺലൈറ്റിന്റെ റെഡ് കളർ എടുത്തിട്ട് അതിനെ ഗ്രീനും ബ്ലൂ ആയിട്ട് പുറത്തേക്ക് നമ്മളെ കാണിക്കുന്നു. നമ്മുടെ ഒരു ഇല്യൂഷൻ, കണ്ണിന്റെ ഇല്യൂഷൻ കൊണ്ടാണ് അത് ബ്ലൂ ആയിട്ട് തോന്നുന്നത്. പക്ഷെ എന്നാലും മനോഹരമായിട്ടുള്ള സ്ഥലം. അപ്പോൾ നമ്മൾ നമ്മുടെ ഫസ്റ്റത്തെ സ്ഥലം കണ്ടു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴേക്കും അങ്കിൾ തീരുമാനം മാറ്റി, ഡാഡി തീരുമാനം മാറ്റി. എന്താ ഡാഡി ഇവിടെ തന്നെ കൂടാന്ന് വിചാരിക്കുകയാണ്. ഡാഡി നാട്ടിലേക്കൊന്നും പോകുന്നില്ല, ന്യൂസിലാൻഡിൽ തന്നെ ഫാമിൽ എവിടെയെങ്കിലും കൂടാന്ന് വിചാരിക്കണം. അല്ല ഡാഡി? ബബ്ബയോ? അതായത് നമ്മുടെ ട്രിപ്പിന്റെ ഫസ്റ്റത്തെ പാർട്ട് ഇവിടെ എൻഡ് ചെയ്യാണ്. അടുത്ത പാട്ടിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ പ്ലേസാണ് വരാൻ പോകുന്നത്. അപ്പോൾ അടുത്ത പാട്ടിൽ അടുത്ത സ്ഥലമായിട്ട് വരാം. റെഡ്വുഡ്സ്.